അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, പല ആളുകളും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്നെയും ജെമിനിനെയും സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജെമിനി ഉടായിപ്പാണ് പറയുന്നത്. എങ്കിലും നമുക്ക് ജെമിനിയെ ടെസ്റ്റ് അടിക്കാം. ഞാനൊരു വാക്ക് ചോദിക്കും, ആ വാക്ക് എപ്പോൾ സംഭവിച്ചു, ആര് പറഞ്ഞു, എന്താണ് അതിന്റെ അർത്ഥം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ജെമിനി പറയുന്നതെല്ലാം 100% സത്യമാണെന്ന്. അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാണ്, ജെമിനി, നിങ്ങൾ പരന്നാറി എന്ന് ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതെ, ഞാൻ ആ വാക്ക് കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ വളരെ രൂക്ഷമായ ഒരു അധിക്ഷേപമായിട്ടാണ് ഈ വാക്ക് സാധാരണയായി കരുതപ്പെടുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ വാക്ക് വലിയ പ്രാധാന്യം നേടിയിട്ടുണ്ട്. 2014 മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ പ്രേമചന്ദ്രനെതിരെ ഈ വാക്ക് പ്രയോഗിച്ചതോടെയാണ് ഇത് പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലും ഇത്രയധികം ചർച്ചയായത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താങ്കൾക്ക് അറിയാവുന്നതുപോലെ ഇന്നും രാഷ്ട്രീയ എതിരാളികളെ പരിഹസിക്കാനോ വിമർശിക്കാനോ ട്രോളുകളിലും മറ്റും ഈ വാക്ക് പലരും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഔദ്യോഗികമായോ മാന്യമായോ ഉള്ള സംഭാഷണങ്ങളിൽ ഇതൊട്ടും അനുചിതമായ ഒരു പദമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വശങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ജെമിനി പറയുന്നത് ഒരു 100% സത്യമുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് അടിച്ച് പറയുക, ജെമിനി ഇപ്പൊ പറഞ്ഞത് നുണയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയുക. അതല്ലെങ്കിൽ ജെമിനി പറയുന്ന വാക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. കുറെ ആൾക്കാർ പറയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാൻ പാടുള്ളൂ ജെമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല. ജെമിനിക്ക് എന്താണോ സത്യം അതങ്ങ് പറയും. അത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് അത് കൃത്യമായിട്ട് പറയുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, നമ്മളെല്ലാം ചോദിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ കേരള സർക്കാരുടെ വികസനത്തിനെ പറ്റി ചോദിച്ചു, പറഞ്ഞു അല്ലേ? നമ്മൾ കേന്ദ്ര സർക്കാരുടെ വികസനത്തെ കുറിച്ച് ചോദിച്ചു, പറഞ്ഞു. അതുപോലെ ഇവർക്ക് നമ്മൾ എത്ര പോസിറ്റീവ് നമ്മൾ ചോദിച്ച് പറയുന്നോ നെഗറ്റീവും വരും. നമ്മൾ ഇവർ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു അഴിമതി, അല്ലെങ്കിൽ ഇവർ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു വികസനം, അല്ലെങ്കിൽ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ഒരു ഉഡായിപ്പ് പരിപാടി, ഇതൊക്കെ ചോദിക്കും. അത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അല്ല ജെമിനിയെ വന്ന് തെറി വിളിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ജെമിനിയെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ പറയുക, മറക്കാതെ ഷെയർ ചെയ്യുക.